നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിക്കണം. ആവശ്യമുന്നയിച്ച് ദേശീയ സമ്പാദ്യ പദ്ധതി മേഖലാ തൊഴിലാളികളുടെ റാലി. കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കുന്ന കേരള സർക്കാരിനെ സംരക്ഷിക്കണമെന്നും ആവശ്യം. ഓൺലൈൻ തട്ടിപ്പുകൾ പെരുകുന്നു. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടും പറ്റിക്കപ്പെടുന്നവർ കുറയുന്നില്ല. പശു വിൽപ്പനയിലും വ്യാജന്മാർ. മട്ടന്നൂർ സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് 1 ലക്ഷം രൂപ. നടപടിക്കൊരുങ്ങി സൈബർ പോലീസ്. കോർപ്പറേഷനിലെ ഓട്ടോ പാർക്കിംഗ് വിഷയം പ്രതികരണം അറിയിച്ചു സംയുക്ത ഓട്ടോറിക്ഷ ട്രേഡ് യൂണിയൻ. KMC നമ്പറും KC നമ്പറും തമ്മിലുള്ള അവ്യക്തതകൾ നിലനിൽക്കുന്നു. ഓട്ടോകൾ പാർക്ക് ചെയ്യുന്നത് RTO നൽകിയ പെർമിറ്റിന് വിധേയമായെന്നും N ലക്ഷ്മണൻ. വാർത്തകൾ വിശദമായി. സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ ന്യായമായ വേതനവും ആനുകൂല്യങ്ങളും നൽകണമെന്നാവശ്യപ്പെട്ട് തൊഴിലാളികൾ റാലി നടത്തി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് ശേഷം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന റാലി CITU ജില്ലാ ജനറൽ സെക്രട്ടറി K മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോട് കേരളത്തിലെ സ്കീം വർക്കർമാർക്ക്, കേരളത്തിലെ ആശാ വർക്കർമാർക്ക്, കേരളത്തിലെ അംഗൻവാടിക്കാർക്ക് 21,000 26,000 രൂപ വേതനം കൊടുക്കണമെന്ന് പറയുമ്പോൾ ആരാണ് ഇതിന് ഉത്തരവാദി? ആരാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്? കൊണ്ടുവരുമ്പോൾ രാജ്യം ഭരിച്ചത് ആരാ? കോൺഗ്രസ് അല്ലേ? ആ കോൺഗ്രസ് എന്തുകൊണ്ട് മാറ്റിയില്ല? പിന്നെ ഇപ്പൊ ഭരിക്കുന്നതാരാ? BJP. ആശാ വർക്കർമാരോട് എന്തൊരു മുതലക്കണ്ണീര, ആശാ വർക്കർമാരോട് എന്തൊരു സങ്കട. ആശാ വർക്കർമാർ കേരളത്തിനകത്ത് വന്നപ്പോ, കണ്ണൂർ ജില്ലക്കകത്ത് അവരുടെ സംഘടന രൂപീകരിച്ചപ്പോ ആ സംഘടനയുടെ ഭാഗമായിട്ട് നിരവധി സമരത്തിനകത്ത് പങ്കാളിയാകാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. KV ഭവാനി അധ്യക്ഷയായി. രജനി മോഹൻ സ്വാഗതം പറഞ്ഞു. P വാസന്തി, N ശ്രീജകുമാരി, K അശോകൻ, നിതിൻ R, P വേണുമാസ്റ്റർ, P കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സ്കീം വർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുകയും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൃത്യമായി നടപ്പാക്കുകയും ചെയ്യുന്ന കേരള സർക്കാരിനെ സംരക്ഷിക്കുക, പദ്ധതി നടത്തിപ്പിനുള്ള കേന്ദ്ര സർക്കാർ വിഹിതം കൃത്യസമയത്ത് തന്നെ ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു റാലി. അംഗൻവാടി, ആശ, സ്കൂൾ പാചകം, NHM, ദേശീയ സമ്പാദ്യ പദ്ധതി മേഖലകളിലെ തൊഴിലാളികൾ സംയുക്തമായാണ് റാലി നടത്തിയത്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. തളാപ്പ് ചെട്ടിപ്പിടികയിൽ ചെങ്ങിനിപ്പടി UP സ്കൂളിനായി നിർമ്മിച്ച പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. 1890 N കൃഷ്ണപ്പണിക്കറാണ് സ്കൂൾ സ്ഥാപിച്ചത്. തളാപ്പ് AKG ആശുപത്രിക്ക് സമീപം കഴിഞ്ഞ 150ലേറെ വർഷത്തെ പഴക്കമുള്ള ചെങ്ങിനിപ്പടി UP സ്കൂൾ ചെട്ടിപ്പീടിക്ക് സമീപമുള്ള 3 നില കെട്ടിടത്തിലേക്കാണ് മാറിയത്. വിദ്യാഭ്യാസ രംഗത്ത് കേരളം ഇന്ത്യയിൽ 1ാം സ്ഥാനത്താണ്. ആ ഇന്ത്യയിൽ 1ാം സ്ഥാനത്തെത്താൻ ആവശ്യമായ ഭരണനിർവഹണ പരിപാടികൾ നിർവിഘ്നം നടത്തിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിന്റെ സാമൂഹ്യ ബോധം, രാഷ്ട്രീയ പ്രബുദ്ധത, സാംസ്കാരിക പ്രബുദ്ധത ഉൾപ്പെടെ ഒരുപാട് പ്രബുദ്ധതകൾ ഈ നാട്ടിൽ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞത് സർക്കാരിന്റെ നിരന്തരമായ പ്രതിബദ്ധതയും വിശ്വാസവും സത്യസന്ധമായ പ്രവർത്തനങ്ങൾ, അനുബന്ധമായി നിങ്ങളുടെയൊക്കെ തന്നെ സമർപ്പണം. ഈ വിദ്യാലയം ഉൾപ്പെടെ വേദിയിരിക്കുന്ന ജനപ്രതിനിധികൾ, സുഹൃത്തുക്കൾ, അധ്യാപകന്മാർ, രക്ഷാകർത്താക്കൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നമ്മുടെ ഈ പദവി ലഭ്യമാക്കുന്നതിൻ്റെ പിറകിൽ അതിൻ്റെതായ നിലയിൽ പ്രവർത്തിക്കുകയും സമാഹരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ചടങ്ങിൽ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം മന്ത്രി നിർവഹിച്ചു. പ്രീ പ്രൈമറി ക്ലാസ് മുറി KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. വാർഷികാഘോഷം സീനിയർ ആർട്ടിസ്റ്റ് സൂരജ് സൺ ഉദ്ഘാടനം ചെയ്തു. കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനം ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് K ഇന്ദിര നിർവഹിച്ചു. സുരേഷ് ബാബു എളയാവൂർ, അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, T രവീന്ദ്രൻ, കൂക്കിരി രാജേഷ്, സുനിഷ C, പനിയൻ ഉഷ, VK ഷൈജു, വെള്ളോറ രാജൻ, K പ്രമോദ്, കാടൻ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ കലാപരിപാടികളും പൂർവ്വ വിദ്യാർത്ഥി വാർഷികാഘോഷവും പരിപാടിയുടെ ഭാഗമായി നടന്നു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് കണ്ണൂരിലെ അമ്മമാരുടെ സംഘടനയായ മദേഴ്സ് ആർമി ദീപം തെളിയിച്ച് രാത്രിയാത്ര നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഏപ്രിൽ 5-ന് 7 മണിക്ക് കണ്ണൂർ പയ്യാമ്പലം DTPC പാർക്കിൽ നമുക്ക് ഒത്തുചേരാമെന്ന സന്ദേശവുമായി പള്ളിയാമൂല വരെ രാത്രിയാത്ര നടത്തി തിരിച്ചു പയ്യാമ്പലം പാർക്കിൽ സമാപിക്കും. 500ഓളം പേർ ദീപം തെളിച്ചുള്ള രാത്രിയാത്രയിൽ പങ്കെടുക്കും.
5 വൈകുന്നേരം 6 മണിക്ക് റിട്ടയർഡ് DGP ഋഷിരാജ് സിംഗ് IPS പരിപാടി ഉദ്ഘാടനം ചെയ്യും. മദേഴ്സ് ആർമി, മദേഴ്സ് എഗെയിൻസ്റ്റ് ഡ്രഗ്സ്, തികച്ചും അമ്മമാരുടെ ഒരു കൂട്ടായ്മയാണ്. ലഹരിക്കെതിരെ വരും തലമുറയെ എങ്ങനെ ഈ ഒരു മാരക വിപത്തിൽ നിന്ന് മുക്തമാക്കിയെടുക്കാൻ പറ്റും. പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും കണ്ടുവരുന്ന, പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് വരുന്ന അത് നമ്മളെ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഏതൊരു വ്യക്തിയും പിടിച്ചെടുക്കുന്ന സംഭവമായതിനാൽ അതിനെതിരെ അമ്മമാരുടെ ഒരു കൂട്ടായ്മ, എല്ലാ വിഭാഗത്തിലുള്ളവരും, രാഷ്ട്രീയ ഭേദമില്ല, ജാതിപത ഭേദമില്ലാതെ അതിനുവേണ്ടിയുള്ള ഒരു സംരംഭമാണ്, ഓർഗനൈസേഷനാണ് മദേഴ്സ് ആർമി. ഈ വരുന്ന ഏപ്രിൽ 5 DTPC പയ്യാമ്പലം DTPCയുടെ പാർക്കിൽ കേന്ദ്രീകരിച്ചും കൊണ്ട് ഏകദേശം 500 പേരും സ്ത്രീകളെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ 750 പേരോളം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. 500 പേര് സംഘടിച്ചും കൊണ്ട് ദീപം തെളിയിച്ചും കൊണ്ടൊരു നൈറ്റ് വാക്ക്, രാത്രി യാത്ര, നടത്തം, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് റിട്ടയർഡ് IG IPS ശ്രീ ഋഷിരാജ് സിംഗ് സാറാണ്. കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ മുഖ്യ അതിഥിയാകും. കേരള ഹൈക്കോടതി അഭിഭാഷക സന്ധ്യാവേണി, DTPC സെക്രട്ടറി ശ്യാമകൃഷ്ണൻ, മദ്യനിരോധന സമിതി പ്രസിഡന്റ് IC മേരി, ഡിസ്ട്രിക്ട് വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ സുലജ എന്നിവർ സംസാരിക്കും. ഷമീറ മഷൂദ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. വാർത്താസമ്മേളനത്തിൽ മദേഴ്സ് ആർമി ഭാരവാഹികളായ NE പ്രിയംവദ, A ജയലത, PP രാഗിണി, ഷബാന ജംഷിദ്, സൂര്യ സുജൻ, ഷമീറ മൻസൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ലഹരിക്കെതിരെ നമ്മളും എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് കണ്ണൂർ സിറ്റി ചിറക്കൽക്കുളം മദ്രസ മദിന LP സ്കൂൾ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് നടത്തി. കണ്ണൂർ സിറ്റി, ജില്ലാ ആശുപത്രി ബസ് സ്റ്റാൻഡ്, താവക്കര ബസ് സ്റ്റാൻഡ്, ചിറക്കൽക്കുളം ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് ഫ്ലാഷ് മോബ് നടന്നത്. പഠനോത്സവത്തിന്റെ ഭാഗമായാണ് സമൂഹത്തിൽ ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ലഹരിക്കെതിരെ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത്. അധ്യാപികമാരോടൊപ്പം മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും PTA പ്രതിനിധികളും കുട്ടികളും അനുഗമിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേളക്കുമ്പോൾ പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിക്കണം. ആവശ്യമുന്നയിച്ച് ദേശീയ സമ്പാദ്യ പദ്ധതി മേഖലാ തൊഴിലാളികളുടെ റാലി. കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കുന്ന കേരള സർക്കാരിനെ സംരക്ഷിക്കണമെന്നും ആവശ്യം. ഓൺലൈൻ തട്ടിപ്പുകൾ പെരുകുന്നു. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടും പറ്റിക്കപ്പെടുന്നവർ കുറയുന്നില്ല. പശുവിൽപ്പനയിലും വ്യാജന്മാർ. മട്ടന്നൂർ സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് 1 ലക്ഷം രൂപ. നടപടിക്കൊരുങ്ങി സൈബർ പോലീസ്. കോർപ്പറേഷനിലെ ഓട്ടോ പാർക്കിംഗ് വിഷയം പ്രതികരണം അറിയിച്ചു സംയുക്ത ഓട്ടോറിക്ഷ ട്രേഡ് യൂണിയൻ. KMC നമ്പറും KC നമ്പറും തമ്മിലുള്ള അവ്യക്തതകൾ നിലനിൽക്കുന്നു. ഓട്ടോകൾ പാർക്ക് ചെയ്യുന്നത് RTO നൽകിയ പെർമിറ്റിന് വിധേയമായെന്നും N ലക്ഷ്മണൻ.
Irikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. ഓൺലൈനിലൂടെയുള്ള പശു വിൽപ്പനയുടെ പേരിൽ തട്ടിപ്പ്. കണ്ണൂർ മട്ടന്നൂർ സ്വദേശിക്ക് 1 ലക്ഷം രൂപ നഷ്ടമായി. മട്ടന്നൂർ കുമ്മാന സ്വദേശി റഫീഖ് യൂട്യൂബിലൂടെയാണ് പശു വിൽപ്പനയെക്കുറിച്ചുള്ള പരസ്യം കണ്ടത്. സംഭവത്തിൽ കണ്ണൂർ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വീഡിയോയിലുള്ള നമ്പറിൽ ബന്ധപ്പെട്ടു. രാജസ്ഥാനിലെ സംഘമാണ് കച്ചവടത്തിന്റെ മറുവശത്ത്. 10 പശുക്കളും 2 എരുമയുമടക്കം 5.6 ലക്ഷം രൂപയ്ക്ക് കച്ചവടം ഉറപ്പിച്ചു. എല്ലാം വാട്സപ്പിലൂടെ ആയിരുന്നെന്ന് റഫീഖ് പറഞ്ഞു. അപ്പൊ എന്നിട്ട് അവരിത് എങ്ങനെയാണ് ഇതിന്റെ കച്ചവടം എങ്ങനെയാണ് അവര് കച്ചവടം ബില്ല് അയച്ചു. കമ്പനി നല്ല 10 പശുവിന്റെയും 2 എരുമേന്റെയും ബില്ല് 560 അയച്ചു. എങ്ങനെ അയച്ചു? വാട്സപ്പ് വഴി. വാട്സപ്പിൽ എന്റെ വാട്സപ്പിൽ അയച്ചു. ആണോ? പശുക്കളെ ഫോട്ടോ അയച്ചു തന്നോ? അല്ല അച്ഛാ, എല്ലാം ഉണ്ടല്ലോ ഫോട്ടോ. വാട്സപ്പ് ബില്ല് അയച്ചു തന്നു, പശുക്കളെ ഫോട്ടോയും. 1 ലക്ഷം അഡ്രസ് എന്നാലും നമ്മൾ കയറ്റി വിടും. മൊത്തത്തിൽ ചാർജ് 560. 1 ലക്ഷം രൂപയാണ് അഡ്വാൻസായി ആവശ്യപ്പെട്ടത്. ബില്ല് അയച്ചു തന്നതോടെ റഫീഖ് അഡ്വാൻസ് തുക നൽകി. എന്നാൽ ഏറെ വൈകാതെ ഇത് തട്ടിപ്പാണെന്ന് റഫീഖിന് ബോധ്യമായി. കണ്ണൂർ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പല നമ്പറുകളിലായി വലിയ സംഘമാണ് ഓൺലൈൻ പശു വിൽപ്പനയുടെ പേരിലുള്ള തട്ടിപ്പിന് പിന്നിലുള്ളത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ആയുർവേദ ഡോക്ടർമാരുടെ സംസ്ഥാന കലോത്സവം സർഗോത്സവം ഏപ്രിൽ 6-ന് ശിക്ഷക് സദനിൽ വിവിധ വേദികളിലായി നടക്കുന്ന പരിപാടി ചലച്ചിത്ര നാടക നടൻ സന്തോഷ് കീഴാറ്റൂർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിൽ നിന്നും 400ഓളം ഡോക്ടർമാർ മത്സരങ്ങളിൽ മാറ്റുരക്കും. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിലുള്ള ഒരു കലോത്സവം ഈ വരുന്ന ഞായറാഴ്ച കണ്ണൂർ ശിക്ഷക് സദനിൽ വെച്ച് നടക്കുകയാണ്. ആ കലോത്സവത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആയുർവേദ ഡോക്ടർമാരുടെ പ്രതിനിധീകരിച്ചുള്ള ജില്ലാതലത്തിൽ നടത്തി അവിടെ നിന്നും ഇതിനകത്ത് എലിജിബിളായ ആൾക്കാരാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഏകദേശം 10-16 ഇനങ്ങളിലായിട്ടാണ് ഈ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ മത്സരത്തിൻ്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ നടനായ സന്തോഷ് കീഴാറ്റൂരാണ് നിർവഹിക്കുന്നത്. അതിൻ്റെ സമ്മാനദാനം നിർവഹിക്കുന്നത് ബഹുമാന്യനായ നമ്മുടെ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കുന്നതാണ്. രാവിലെ 10 മണിക്ക് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ CD ലീനയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ KC അജിത് കുമാർ, സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ UP ബിനോയ് എന്നിവർ സംസാരിക്കും. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിൽ നിന്നും 400ഓളം ഡോക്ടർമാർ വിവിധ സ്റ്റേജിതര മത്സരങ്ങളിലായി മത്സരിക്കും. വൈകുന്നേരം 5 മണിക്ക് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ A രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വിജയികൾക്ക് സമ്മാനം വിതരണം നടത്തും. ഇനങ്ങളും സ്റ്റേജ് ഇതര ഇനങ്ങളുമായിട്ടാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. അതിൽ സ്റ്റേജ് ഇതര മത്സരങ്ങളിൽ കഥാരചന, കവിതാരചന മലയാളം, ലേഖനരചന മലയാളം, ഇംഗ്ലീഷ്, പോസ്റ്റർ രചന, കാർട്ടൂൺ രചന, പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളർ പെയിൻറ്റിങ്, ഡിജിറ്റൽ പോസ്റ്റർ രചന, ഫേസ് പെയിൻറ്റിങ്, സ്റ്റേജ് ഇനങ്ങളിൽ കവിതാലാപനം, സിനിമാഗാനം മലയാളം മെയിൽ ഫീമെയിൽ, ലളിതഗാനം മെയിൽ ഫീമെയിൽ, പ്രസംഗം മലയാളം, സമൂഹഗാനം, മോണോ ആക്ട്, ഇത്രയും ഇനങ്ങളിലാണ് മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത്. വാർത്താ സമ്മേളനത്തിൽ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി KC അജിത് കുമാർ, ഡോക്ടർമാരായ P മോഹനൻ, A രാമചന്ദ്രൻ, അനൂപ് ഭാസ്കർ, ലയ ബേബി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മക്രേരി ശങ്കരവിലാസം ഗ്രാമീണ പാഠശാല UP സ്കൂൾ പ്രധാന അധ്യാപിക K ഇന്ദിരയുടെ യാത്രയപ്പിനോടനുബന്ധിച്ച് മധുരിക്കും ഓർമ്മകൾ എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ആദരവും നടത്തി. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ അധ്യാപകർ, മുൻ PTA പ്രസിഡന്റുമാർ, വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ എന്നിവരെ ആദരിച്ചു. കലാകായിക മത്സരങ്ങൾ, VK സുരേഷ് ബാബുവിന്റെ പ്രഭാഷണം എന്നിവയും നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം KV ബിജു ആദരവ് നടത്തി. മദർ PTA പ്രസിഡന്റ് PV സന്ദീപ അധ്യക്ഷയായി. അമൃത മഹേഷ്, K സുശീലൻ, P ഷീബ, IP വേലായുധൻ, NM രാധാമണി എന്നിവർ സംസാരിച്ചു. മുണ്ടിയാട് വയൽത്തിറ മഹോത്സവത്തിന് ബുധനാഴ്ച കലവറ നിറക്കൽ ഘോഷയാത്രയിലൂടെ തുടക്കമായി. തുടർന്ന് വിവിധ പരിപാടികളും അരങ്ങേറി. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ തെയ്യക്കോലങ്ങൾ, കൂടിയാട്ടം എന്നിവയും നടക്കും. ഏപ്രിൽ 5 ശനിയാഴ്ച ഉത്സവം സമാപിക്കും.
കുമരകത്തൂട്ട് ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുറപ്പെട്ട് മൈലപ്രം വാണിവിലാസം റോഡ് വഴി വയൽത്തിറ സ്ഥലത്താണ് കലവറ നിറക്കൽ ഘോഷയാത്ര എത്തിച്ചേർന്നത്. തുടർന്ന് ദേശവാസികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. രാത്രി 9 മണിക്ക് മഹാഗണപതി ഹോമം, തുടർന്ന് താഴെ ചൊവ്വ റെയിൻ ഡ്രോപ്സ് മ്യൂസിക് അവതരിപ്പിച്ച മ്യൂസിക് നൈറ്റ് എന്നിവയും അരങ്ങേറി. ഇന്ന് രാവിലെ 5 മണിക്ക് കയറ്റുകണ്ടി ദേവസ്ഥാനത്ത് നിന്നും തിരുവായുധവും എഴുന്നള്ളത്തും പുറപ്പെട്ട് 7:15 മധ്യേ കാവിൽ കയറി. 9:30 നാട് എഴുന്നള്ളത്തും നടന്നു. 6:30 സാംസ്കാരിക സദസ്സ് കണ്ണൂർ റൂറൽ അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് റിട്ടയർഡ് TP രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോത്ത് ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി വിനയകൃഷ്ണൻ നമ്പ്യാർ നീലിയത്ത് അധ്യക്ഷത വഹിച്ചു. രാത്രി വീരാളി, പുതിയ ഭഗവതി, ഭദ്രകാളി എന്നിവയുടെ കൂടിയാട്ടം നടന്നു. ശേഷം കാലിക്കറ്റ് മ്യൂസിക് വൈബ് അവതരിപ്പിച്ച ലൈവ് മ്യൂസിക് ഷോ, പ്രസാദ സദ്യ എന്നിവയും. വെള്ളിയാഴ്ച ഗുളികൻ വെള്ളാട്ടം, വിഷ്ണുമൂർത്തി വെള്ളാട്ടം, നൃത്തനൃത്യങ്ങൾ, പുതിയ ഭഗവതിയുടെ കൂടിയാട്ടം, അന്തിത്തോറ്റം, പാതാർ ബ്രദേഴ്സ് മുണ്ടയാടിന്റെ ആഭിമുഖ്യത്തിൽ ബ്ലൂ ആർമി ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടുകൂടി അതിഗംഭീര അടിയറ വരവ് എന്നിവയും നടക്കും. സമാപന ദിവസമായ 5 ശനിയാഴ്ച പുലർച്ചെ 1:30 പരുത്തിവീരൻ തെയ്യം, 2:30 വീരാളി തെയ്യം തുടങ്ങി വിഷ്ണുമൂർത്തി, ഭദ്രകാളി അമ്മ തെയ്യങ്ങളും കെട്ടിയാടും. ടൗണിലെ ഓട്ടോ പാർക്കിംഗ് പെർമിറ്റ് ട്രേഡ് യൂണിയനുകൾ കണ്ണൂർ RTOവിനെ സ്വാധീനിച്ച് നേടിയതല്ലെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ കൺവീനർ N. ലക്ഷ്മണൻ. പഴയ KMC നമ്പറും ഇപ്പോൾ തുടർന്നു പോരുന്ന KC നമ്പറും വരുമ്പോൾ അവ്യക്തതകൾ ഉണ്ടെന്നും ഇതുകൊണ്ട് തന്നെ RTO നിഷ്കർഷിച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷനുകളിലെ ഓട്ടോകൾ സർവീസ് നടത്തുന്നതെന്നും N. ലക്ഷ്മണൻ സിറ്റി ന്യൂസിനോട് പറഞ്ഞു. അപ്പം 350 ഓട്ടോറിക്ഷകൾ ഏതാണ്ട് ഇവിടെ ടൗൺ പാർക്കിങ്ങുള്ള ഓട്ടോറിക്ഷകൾ ഇവിടെ ഒഴിവുണ്ട്. ആ ഒഴിവ് നികത്തുക എന്നുള്ളതാണ് ഇനിയുള്ള കാര്യം. ആ കാര്യം നിലനിൽക്കുകയാണ്. നമ്മുടെ കോർപ്പറേഷൻ മേയർ പറയുന്നത് ഇവിടെ ടൗൺ പാർക്കിംഗ് ഒന്നൊന്നില്ല, അത് ഇവിടെയുള്ള ട്രേഡ് യൂണിയനുകൾ RTOവിനെ സ്വാധീനിച്ച് നേടിയെടുത്തതാണ് എന്നുള്ള ആരോപണം ഉന്നയിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ട്രേഡ് യൂണിയനുകൾ RTOവിനെ സ്വാധീനിച്ചു എന്നെല്ലാം പറയുമ്പോൾ, അതുപോലെ തന്നെ RTO ആ സ്വാധീനത്തിന് വഴങ്ങി ടൗൺ പെർമിറ്റ് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. ഈ കോർപ്പറേഷൻ മേയർ എന്ന് പറയുന്നത് സാധാരണക്കാരനായിട്ടുള്ള ഒരാളല്ല, ഉത്തരവാദപ്പെട്ട ഒരാളാണ്. ഇത് ആളുകളെ ഒരു വല്ലാത്ത രീതിയിൽ നിലനിർത്തി, അല്ലെങ്കിൽ ഒരു അവിശ്വാസത്തിൻ്റെ രീതിയിലേക്ക് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് നമ്മുടെ കോർപ്പറേഷൻ മേയർ നടത്തിയിട്ട്. അത് ശരിയല്ല. കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ വടക്കൻ മലബാറിൽ ആദ്യമായി യൂണിലാറ്ററൽ ബൈപോർട്ടൽ എൻഡോസ്കോപ്പി സ്പൈൻ ശസ്ത്രക്രിയ വിജയകരമായി നടത്തി. ഇതോടെ വൈദ്യശാസ്ത്ര രംഗത്ത് ഒരു സുപ്രധാന നാഴികക്കല്ലാണ് BMS സൃഷ്ടിച്ചത്. വിദഗ്ധ സ്പൈൻ സർജൻ ഡോക്ടർ ഹരികൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ അത്യാധുനിക ശസ്ത്രക്രിയ മേഖലയിലെ നൂതന സ്പൈൻ പരിചരണത്തിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചു. ഡിസ്ക് ഡീകംപ്രഷനുകൾ, സ്പൈനൽ ഫ്യൂഷനുകൾ എന്നിവയ്ക്കുള്ള മറ്റ് താക്കോൽ ദ്വാര ശസ്ത്രക്രിയകളുടെ എല്ലാ പരിമിതികളും മറികടക്കുന്നതാണ് UBE ശസ്ത്രക്രിയ. 2 ചെറിയ മുറിവുകളിലൂടെയാണ് ശസ്ത്രക്രിയ ചെയ്യുന്നത്. ഒരു മുറിവിലൂടെ ഓപ്പറേഷൻ ചെയ്യേണ്ട നാഡികളെ കണ്ടെത്തുന്നതിനുള്ള ക്യാമറ കടത്തിവിടുന്നു, മറ്റൊന്നിലൂടെ ഓപ്പറേഷന് വേണ്ട ഉപകരണവും. മുറിവ് ചെറുതായതിനാൽ കുറഞ്ഞ രക്തസ്രാവം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കൂടാതെ സാധാരണ ജീവിതത്തിലേക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു വരുവാനും സാധിക്കും എന്നുള്ളതൊക്കെയാണ് UBE ശസ്ത്രക്രിയയുടെ പ്രത്യേകതകൾ. പരമ്പരാഗത തുറന്ന ശസ്ത്രക്രിയയ്ക്ക് പകരമായി കുറഞ്ഞ ഇൻവേസീവ് രീതിയാണ് UBE ശസ്ത്രക്രിയ രോഗികൾക്ക് നൽകുന്നത്. ഇത് മെച്ചപ്പെട്ട ഫലങ്ങളിലേക്കും അവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് വേഗത്തിൽ മടങ്ങുന്നതിനും സഹായിക്കുന്നുവെന്നും സ്പൈൻ സർജൻ ഡോക്ടർ ഹരികൃഷ്ണൻ പറഞ്ഞു. ലോകോത്തര മെഡിക്കൽ മുന്നേറ്റങ്ങൾ ഈ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിനും രോഗികളുടെ പരിചരണം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ സമർപ്പണത്തിന്റെ ഭാഗമാണ് ഈ നേട്ടമെന്ന് CEO നിരു മുണ്ടയാടൻ പറഞ്ഞു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കുറുവ UP സ്കൂൾ 106ാം വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും ഏപ്രിൽ 2, 3 തീയതികളിലായി നടന്നു. ആദ്യ ദിനത്തിൽ നടന്ന വാർഷികാഘോഷ സമ്മേളനം കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയങ്ങളിൽ നിന്നുള്ള അറിവുകളും അവിടെ നിന്ന് കിട്ടുന്ന മറ്റു സംവിധാനങ്ങളൊക്കെ ഭാഗമായിട്ടാണ് കുട്ടികളുടെ സ്വഭാവ രൂപീകരണം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മികച്ച വിദ്യാലയങ്ങളിൽ ചേർത്താൻ എല്ലാ രക്ഷിതാക്കളും മക്കളെ ആ സ്ഥാപനത്തിലേക്ക് മികച്ച വിദ്യാലയത്തിൽ കൊണ്ടെത്തിക്കാനാണ് ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ ഒരു UP സ്കൂൾ ഈ പ്രദേശത്ത് ഇത്രമാത്രം വിദ്യാർത്ഥികൾ പഠിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു മികച്ച വിദ്യാലയമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആ രീതിയിൽ രക്ഷിതാക്കൾ കുട്ടികളെ ഇവിടെ എത്തിക്കുന്നതും ഇവിടുത്തെ അധ്യാപകരുടെ കഴിവുകളും അതുപോലെ മറ്റു ഇവിടുത്തെ മാനേജ്മെൻറ്റ് സംവിധാനങ്ങളൊക്കെ ഇതിനോട് ചേർന്ന് നിൽക്കുന്നത് കണ്ടിട്ടാണ്.
ആഘോഷ പരിപാടികളിൽ വാർഡ് കൗൺസിലർ KN മിനി അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ നോർത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ OC പ്രസന്നകുമാരി വിവിധ എൻഡോൾമെന്റ് വിതരണം ചെയ്തു. പ്രധാന അധ്യാപകൻ TK പ്രദീപൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. KC ചന്ദ്രൻ, P ഉത്തമൻ, ഐശ്വര്യ K, രതീശൻ C, സവിത CC, പ്രബിന K, ആയിഷ, അംന തുടങ്ങിയവർ സംസാരിച്ചു. മുകേഷ് K നന്ദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മാലിന്യം കത്തിച്ചതിനെ ആശുപത്രിക്ക് പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. ക്യാന്റീനിൽ നിന്നുള്ള തരംതിരിക്കാത്ത മാലിന്യങ്ങളാണ് കൂട്ടിയിട്ട് കത്തിച്ചതായി കണ്ടെത്തിയത്. ആശീർവാദ് ആശുപത്രിക്ക് 10,000 രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. മാലിന്യങ്ങൾ കത്തിക്കാൻ പ്രത്യേക ടാങ്ക് നിർമ്മിച്ചതായും കണ്ടെത്തി. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് കണ്ണൂർ ആശീർവാദ് ഹോസ്പിറ്റലിന് പിഴ ചുമത്തിയത്. ഹോസ്പിറ്റലിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ക്യാന്റീനിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാതെ സൂക്ഷിച്ചതിനും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിച്ചതിനുമാണ് 10,000 രൂപ പിഴ ചുമത്തിയത്. ജൈവ അജൈവ മാലിന്യങ്ങൾ സ്ഥാപനത്തിന്റെ പിറകുവശത്ത് പ്രത്യേകം കെട്ടിയുണ്ടാക്കിയ ടാങ്കിലിട്ട് കത്തിച്ചതായാണ് സ്ക്വാഡ് കണ്ടെത്തിയിട്ടുള്ളത്. മാലിന്യങ്ങൾ കൃത്യമായി തരംതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് നൽകാൻ സ്ക്വാഡ് നിർദ്ദേശം നൽകി. M. ലജിയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. സിറ്റി ന്യൂസ് കണ്ണൂർ. അശാസ്ത്രീയ മാലിന്യ സംസ്കരണം ക്വാർട്ടേഴ്സിന് 10,000 രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. പാണപ്പുഴ പടിഞ്ഞാറേക്കരയിലെ മെഹ്റൂബ ക്വാർട്ടേഴ്സിനാണ് പിഴ ഒടുക്കേണ്ടത്. പരിസരങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ടതായും കത്തിച്ച നിലയിലും സ്ക്വാഡ് കണ്ടെത്തിയിട്ടുണ്ട്. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് പടിഞ്ഞാറേക്കരയിൽ പ്രവർത്തിച്ചു വരുന്ന മെഹ്റൂബ ക്വാർട്ടേഴ്സിന് 10,000 രൂപ പിഴ ചുമത്തിയത്. ക്വാർട്ടേഴ്സിൽ നിന്നുള്ള പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ചെങ്കൽ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ടാങ്കിൽ കൂട്ടിയിട്ട് കത്തിച്ചു വരുന്നതായി പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റ് ജൈവ മാലിന്യങ്ങളും തുറസായി ക്വാർട്ടേഴ്സിന് പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുന്നതായും സ്ക്വാഡ് കണ്ടെത്തി. ക്വാർട്ടേഴ്സിന്റെ ചുറ്റുമതിലിനോട് ചേർന്ന് കാലപ്പഴക്കം ചെന്ന നിലയിൽ നിരവധി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതും സ്ക്വാഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ മാലിന്യങ്ങൾ സംഭവസ്ഥലത്ത് നിന്ന് നീക്കം ചെയ്യാനും ശാസ്ത്രീയമായി സംസ്കരിക്കാനുമുള്ള നിർദ്ദേശം സ്ക്വാഡ് ക്വാർട്ടേഴ്സ് നടത്തിപ്പുകാരന് നൽകി. 10,000 രൂപ പിഴ ചുമത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്തിന് സ്ക്വാഡ് നിർദ്ദേശവും നൽകി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് PP, സ്ക്വാഡ് അംഗം അലൻ ബേബി, ദിബിൻ CK, കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജ്യോതി VV തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ് കണ്ണൂർ. സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 8,560, പവന് 68,480 രൂപ, വെള്ളി 111 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിക്കണം. ആവശ്യമുന്നയിച്ച് ദേശീയ സമ്പാദ്യ പദ്ധതി മേഖലാ തൊഴിലാളികളുടെ റാലി. കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കുന്ന കേരള സർക്കാരിനെ സംരക്ഷിക്കണമെന്നും ആവശ്യം. ഓൺലൈൻ തട്ടിപ്പുകൾ പെരുകുന്നു. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടും പറ്റിക്കപ്പെടുന്നവർ കുറയുന്നില്ല. പശു വിൽപ്പനയിലും വ്യാജന്മാർ. മട്ടന്നൂർ സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് 1 ലക്ഷം രൂപ. നടപടിക്കൊരുങ്ങി സൈബർ പോലീസ്. കോർപ്പറേഷനിലെ ഓട്ടോ പാർക്കിംഗ് വിഷയം പ്രതികരണം അറിയിച്ചു സംയുക്ത ഓട്ടോറിക്ഷ ട്രേഡ് യൂണിയൻ. KMC നമ്പറും KC നമ്പറും തമ്മിലുള്ള അവ്യക്തതകൾ നിലനിൽക്കുന്നു. ഓട്ടോകൾ പാർക്ക് ചെയ്യുന്നത് RTO നൽകിയ പെർമിറ്റിന് വിധേയമായെന്നും N. ലക്ഷ്മണൻ. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.